നമസ്കാരം. പാർലമെന്റിൽ ഇന്നും കൂട്ട സസ്പെൻഷൻ. 49 ലോക്സഭാ എംപിമാരെ കൂടി സസ്പെൻഡ് ചെയ്തതോടെ 141 പ്രതിപക്ഷ എംപിമാരാണ് ഇതുവരെ പാർലമെന്റിന് പുറത്തായത്. ഇതിന് പിന്നാലെ 3 സുപ്രധാന ബില്ലുകൾ സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 95 എംപിമാരും രാജ്യസഭയിൽ നിന്ന് 46 എംപിമാരുമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷമുക്ത പാർലമെന്റാണ് BJP ലക്ഷ്യമിടുന്നതെന്നും എല്ലാ ജനാധിപത്യ തത്വങ്ങളും ചവറ്റുകുട്ടയിലായെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ജനാധിപത്യം അവസാനിച്ചോ? ഇന്ത്യയിൽ സൂപ്പർ ഓട്ടോക്രസിയോ? പ്രതിപക്ഷമുക്ത പാർലമെന്റ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനാധിപത്യ ഹത്യയോ? ഈ ചർച്ചയിൽ എംപിമാരായ ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ ആന്റണി, BJPയെ പ്രതിനിധീകരിച്ച് ശ്രീമതി TP സിന്ധുമോൾ എന്നിവർ പങ്കെടുക്കും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ കെട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം 141 എംപിമാർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. താങ്കളടക്കം ചില ആളുകളുടെ സസ്പെൻഷൻ ഇനി പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കാൻ കൂടി ഇരിക്കുകയാണ്. നേരത്തെയൊക്കെ ജനാധിപത്യത്തിന് ചരമഗീതം എഴുതണമെന്ന് ആലങ്കാരികമായി പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ രാജ്യം? എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അതായത് പാർലമെൻറ്റിലുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ വന്ന് ഒരു പ്രസ്താവന നടത്തണമെന്ന് പറയുന്ന വളരെ ചെറിയ ന്യായമായ ഒരു ആവശ്യം ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാർ പെരുമാറുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇതിനു മുമ്പ് ഇതുപോലുള്ള ലാഞ്ചനകളും പ്രവണതകളും ഉണ്ടായിരുന്നു. ഇപ്പം മണിപ്പൂർ സംഭവത്തിൽ പ്രധാനമന്ത്രി വന്ന് പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വരില്ല എന്ന് പറഞ്ഞു. 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാസങ്ങളോളം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അതൊരു വിഷയമല്ല എന്ന് പറയുന്നത് തന്നെ അന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും സുരക്ഷയുണ്ട് എന്ന് സർക്കാർ അവകാശപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് BJPക്കാർ ആവർത്തിച്ച് പറയുന്ന പാർലമെൻറ്റിൽ വലിയൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചപ്പോൾ പാർലമെൻറ്റിൽ എല്ലാ ദിവസവും വരുന്ന ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ഒരു 4 വരി സ്റ്റേറ്റ്മെന്റ് നടത്താൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് ആരെയാണ് അന്താളിപ്പിക്കാതിരിക്കുന്നത്? 2 പാർലമെന്റ് ഡെമോക്രസിയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് പാർലമെന്റിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള വിധേയത്വം വേണ്ട ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രി സ്വാഭാവികമായിട്ടും വന്ന് അവിടെ പ്രസ്താവന നടത്തില്ലേ? ഈ ഒരു വിഷയത്തിൻ്റെ മുകളിലല്ലേ ഈ പറയുന്ന പ്രക്ഷുബ്ധാവസ്ഥ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംജാതമായത്? ഇനി ഇതിനെക്കുറിച്ച് ഞാൻ തുറക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയും എനിക്ക് സമ്മതിക്കാമായിരുന്നു. ആ ആഭ്യന്തരമന്ത്രി ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ പോയി പാർലമെന്റിൽ നടന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് എത്ര നേരമാണ് സംസാരിച്ചത്? വീറോടെ സംസാരിച്ചു. ഇനി ആഭ്യന്തരമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രി ദൈനിക് ജാഗരൺ എന്ന് പറഞ്ഞ പത്രത്തോട് ഒരു 1.5 മണിക്കൂർ അഭിമുഖം നൽകിക്കൊണ്ട് പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രതിപാദിച്ചു. കീഴ്വഴക്കം എന്താണ്? പാർലമെന്റ് ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മന്ത്രിമാരും സുപ്രധാന നയപരമായ തീരുമാനങ്ങൾ പാർലമെന്റിന്റെ ഉള്ളിൽ വന്ന് നടത്തണമെന്നുള്ള ആ ഒരു കേവലപരമായിട്ടുള്ള കീഴ്വഴക്കം പോലും ലംഘിച്ചിരിക്കുകയാണ്. ഇന്നും ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അവർക്ക് എന്തുകൊണ്ട് ഒന്ന് സഭയിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് ഒരു 2 വരി പറഞ്ഞുകൂടാ? പിന്നെ ഇവർ വെക്കുന്നൊരു മുടന്ത ന്യായമുണ്ട്, സ്പീക്കറുടെ ചുമതലയിലാണ് പാർലമെന്റ് ബിൽഡിംഗ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ സ്പീക്കറുടെ നിയന്ത്രണത്തിൽ ആരാ ഉള്ളത്? ഏതാനും വാച്ച് ആൻഡ് വാർഡ് സ്റ്റാഫ് മാത്രമാണ്. ബാക്കി അർദ്ധസേനകളിലെ അംഗങ്ങളും IB-യുടെ അംഗങ്ങളും അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ അംഗങ്ങളല്ലേ പാർലമെന്റിന് സുരക്ഷ ഒരുക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കല്ലേ എല്ലാ സുരക്ഷയുടെയും ഉത്തരവാദിത്തം. ഇന്റേണൽ സെക്യൂരിറ്റി ആരുടെ കയ്യിലാണ്? ഇതൊന്നും മനസ്സിലാക്കാതെ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് BJPക്ക് അലർജിയുള്ള കാര്യമാണ്. അത്തരത്തിലുള്ളൊരു പ്രക്രിയ വേണ്ടതില്ല. ഒരുപക്ഷെ ഒരു രാജവാഴ്ചയിലേക്ക് അല്ലെങ്കിൽ മോഡി വാഴ്ചയിലേക്ക് രാജ്യം പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായിട്ട് വേണം ഈ പുറത്താക്കലിനെ കാണാൻ വേണ്ടി. ഒരു കൂടി അഭിലാഷേ, അതായത് ഇതിനകത്തൊരു അനീതി കൂടിയുണ്ട്. എന്നെ പുറത്താക്കിയിരിക്കുന്ന 3 മാസത്തേക്കാണ് എന്ന് വെച്ചാൽ ഏറ്റവും നിർണായകമാകുന്ന ബജറ്റ് സമ്മേളനത്തിൽ എന്നെ പോലുള്ള ആൾക്കാർ ആ സഭയിൽ ഉണ്ടാകാൻ പാടില്ല.
സഭയുടെ ചട്ടം നിയമപ്രകാരം 256 റൂള് പ്രകാരം കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. റിമൈനിങ് പീരീഡിലേക്ക് മാത്രമേ, അതായത് അവശേഷിക്കുന്ന ദിവസങ്ങളിലേക്ക് മാത്രമേ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഈ രാജ്യസഭാ ചെയർമാൻ അധികാരത്തിലേറിയ ശേഷം മാത്രമാണ് ഒരംഗത്തെ പാർലമെന്റ് സമ്മേളനത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു പാർലമെന്റ് സമ്മേളനത്തിലേക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമായത്. ഇത് എക്സിക്യൂട്ടീവ്, ഗവൺമെന്റ് പറയാതെ, ആഭ്യന്തരമന്ത്രി പറയാതെ, BJP പറയാതെ ഒരു രാജ്യസഭാ ചെയർമാനോ സ്പീക്കറോ ചെയ്യൂ. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിനുള്ള മണിയാണ് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഗുരുതരമായ സാഹചര്യമാണ്. ശ്രീ ആന്റണി MP 141 MP-മാർ പാർലമെന്റിന് പുറത്താവുക, അങ്ങനെ പുറത്തായ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുക, അതും ഏറ്റവും സുപ്രധാനമായ 3 നിയമങ്ങൾ: ഭാരതീയ സാക്ഷ്യ സംഹിത ബിൽ, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇവയുടെ അമെൻഡഡ് വേർഷൻ സഭയിൽ വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ ഇന്നലെ വന്നു. അപ്പോൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന് യാതൊരു തരത്തിലുള്ള പങ്കും വഹിക്കാനില്ല. നിങ്ങൾ പുറത്തു നിന്നാൽ മതി എന്നുള്ള നിലയിലേക്ക്, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നിലയിലേക്ക് രാജ്യം പോകുമ്പോൾ ഒരു MP എന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു? അല്ല, ഇന്ത്യയിൽ ഡെമോക്രസി അവസാനിച്ചെന്നും നമോക്രസിയാണെന്നും ലോകത്തോട് ഇന്ന് BJP പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. കാരണം ജനാധിപത്യത്തിലല്ല ചർച്ചകൾക്ക് പ്രസക്തി, ജനാധിപത്യത്തിലാണല്ലോ പാർലമെൻറ്റിന് പ്രസക്തി. അങ്ങനെ ഒരു ജനാധിപത്യം താങ്കൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന നമോക്രസിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ള നിയമം അവതരിപ്പിക്കും. അത് ചർച്ച ചെയ്യാൻ ഒരാൾ പോലും പാർലമെൻറ്റിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് കൊള്ളരായ്മ കടന്നാലും അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരം, അതാണ് ഇന്ന് പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ നടന്ന നടപടികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഡിസംബർ 13 എത്രയോ വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഇത് പെട്ടെന്നുണ്ടായതാണോ? എത്രയോ ദിവസങ്ങൾക്ക്, ആഴ്ചകൾക്ക് മുമ്പ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഡിസംബർ 13 പാർലമെൻറ്റ് ആക്രമിക്കുമെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുമെന്നും അവർ ഭീഷണി മുഴക്കി. ആ ഭീഷണി ഗൗരവത്തിലെടുക്കുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി പോലീസുമൊക്കെ അറിയിച്ചതിന് ശേഷം BJP MP-യുടെ പാസിൽ ഈ അതിക്രമകാരികൾ കടന്നു വന്ന് പാർലമെൻറ്റിൽ അക്രമം കാണിച്ച് പുക ഭീഷണി ഉണ്ടാക്കി പാർലമെൻറ്റ് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതേക്കുറിച്ച് പാർലമെൻറ്റിൽ ഈ സുരക്ഷയുടെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി വന്ന് ഒരു 4 വരി പ്രസ്താവന ഇറക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് വലിയ കുറ്റമാണോ? അവർക്ക് പല പരിമിതികളുണ്ട്. കാരണം പാർലമെൻറ്റിൽ വനിതാ ബിൽ അവതരിപ്പിക്കുന്ന ദിവസം ആയിരക്കണക്കിന് ആളുകളെ ബസ്സുകളിന് ഇറക്കി യാതൊരു സുരക്ഷയുമില്ലാതെ ഗാലറികൾ നിറച്ച് പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ഗാലറിയിൽ നിന്ന് മുദ്രാവാക്യം ഉയരുകയാണ്, കയ്യടികൾ ഉയരുകയാണ്. പാർലമെൻറ്റ് ഗാലറി ഇരിക്കുന്ന ഒരാളുടെ ചുണ്ടനങ്ങാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, കൈയനങ്ങാൻ പാടില്ല. അതൊക്കെ ഗുരുതരമായ കുറ്റമായി അപ്പം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും വലിയ ഒരു വീഴ്ചയുണ്ടാക്കിയിട്ട് അവിടെ ട്രഷറി ബെഞ്ചിലിരുന്ന BJP മന്ത്രിമാർ അവരെ കൈ ഉയർത്തി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പാർലമെൻറ്റിന് തുടക്കത്തിൽ തന്നെ പാർലമെൻറ്റിലെ നിയമങ്ങൾ, ചട്ടങ്ങൾ അട്ടിമറിച്ചു. അതിനുശേഷം രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയുണ്ടായി. ആ സുരക്ഷാ വീഴ്ച ഉണ്ടായപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് പ്രധാനമന്ത്രി വന്ന സഭയിൽ വന്ന് മറുപടി നൽകും, ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ മറുപടി നൽകും എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് മറുപടി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്ന് ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, ജനങ്ങളുടെ മേൽ ഏത് അതിക്രമവും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന പഴുതുകളുള്ള നിയമം ഇന്ന് പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷാംഗങ്ങളെ മുഴുവൻ 191 അംഗങ്ങളെ പാർലമെൻറ്റിൽ നിന്ന് എന്തിന് പുറത്താക്കി എന്നുള്ളതിൻ്റെ മറുപടി ഇന്ന് അമിത്ഷാ ഈ ബിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വെളിവാക്കപ്പെട്ടു. ഇന്ത്യയിലെ ജനാധിപത്യം മരണമണി മുഴങ്ങുകയാണ്, ഊർജ്ജശ്വാസം വലിക്കുകയാണ്. ഇങ്ങനെ ഒരു വ്യവസ്ഥിതി ഇന്ത്യ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് പരസ്യമായി ഈ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നതാണ് പാർലമെൻറ്റിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചോ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തൊരു പാർട്ടിയുടെ നേതാക്കന്മാരാണിവർ.
ഒരു തുള്ളി വിയർപ്പോ ഒരു തുള്ളി രക്തമോ ശരി. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അവർ വഹിക്കാത്തവരാണ്. അപ്പം അവർക്കിത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ഗാന്ധിയൻ തത്വസംഹിതയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ ഇതിന് BJP-യോട് മാപ്പ് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഓക്കെ. ശ്രീമതി TP സിന്ധുമോൾ, കേട്ടുകേൾവിയില്ലാത്ത, ചരിത്രത്തിലില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ മുക്ത പാർലമെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷമില്ലാതെ എങ്ങനെയാണ് ഒരു ജനാധിപത്യം പ്രവർത്തിക്കുക? പ്രതിപക്ഷത്തെ ഇതുപോലെയുള്ള നടപടികളിലൂടെ പാർലമെന്റിലെ അധികാരം ഉപയോഗിച്ച് പുറത്താക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തുക, അതിനുശേഷം ഇത് ഇങ്ങനെയൊക്കെ മതി എന്നങ്ങ് തീരുമാനിക്കുക. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ജനാധിപത്യം എന്നുള്ളത്, ഇപ്പോൾ നമോക്രസി എന്ന വാക്കാണ് ഇവിടെ ആന്റണി ഉപയോഗിച്ചത്. ജനാധിപത്യ കാലം പിന്നിട്ട് ഇന്ത്യ നമോക്രസിയിലേക്ക് കടന്നു കഴിഞ്ഞോ? അഭിലാഷേ, ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത്. ഇതിവരെ ഇന്ത്യ സഖ്യം അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചു കാലമായതാണ്. ഇതൊരു സുവർണ അവസരം പോലെ ഈ ഡിസംബർ 13 പാർലമെന്റിൽ 2 ചെറുപ്പക്കാർ കയറുന്നു, അവർ അതിക്രമം കാണിക്കുന്നു. ആ സംഭവത്തെ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ജനാധിപത്യത്തിലും ജനാധിപത്യ മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ആശങ്കാജനകമായ ഒരു വിഷയമാണിത്. കണ്ടത് അത് പ്രധാനമന്ത്രി എവിടെയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വരട്ടെ. പ്രധാനമന്ത്രി എവിടെയാണോ പറഞ്ഞത്? പ്രധാനമന്ത്രി വാതുറന്നില്ല എന്നൊന്നുമില്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞു, ഇവർ വിളിക്കുമ്പം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അതും യാതൊരു എന്താ പറയുക, തത്വദീക്ഷയുമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നൊരു പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര കാര്യമായി. അതിനു മുമ്പ് ഞാൻ ശ്രീ ആന്റണി MP അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം സംസാരിച്ചു വന്നതിൽ പറഞ്ഞു, ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഖലിസ്ഥാൻ ഭീകരവാദികളുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് പാർലമെന്റിൽ എത്തിയത് എന്നുള്ളതിൽ ഏതാണ്ട് ആന്റണി MP അടക്കം തർക്കമില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ഇത് കർഷക സമരത്തിൽ ഉൾപ്പെടെ ഇതുപോലെയുള്ള ഖലിസ്ഥാൻ ഭീകരവാദികളുടെ സഹായം ഈ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പല ആവർത്തി പറഞ്ഞ പാർട്ടിയാണ് BJP. അല്ലെങ്കിൽ പലതവണ പറഞ്ഞ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇന്ന് പാർലമെന്റിൽ BJP-യുടെ MP-മാരായിരിക്കുന്നത്. ആരും കേട്ടില്ലല്ലോ, ആരും അതിനെ ഗൗനിച്ചില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഖലിസ്ഥാൻവാദികളാണോ ഇതിന് പിന്നിൽ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഖലിസ്ഥാൻവാദി നേതാവ് പന്നു പരസ്യമായി ഈ 13-നോ അതിനു മുൻപോ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് അതേ 13-ാം തീയതി തന്നെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ആർക്കെങ്കിലും മനസ്സിലാവുന്ന കാര്യമാണോ എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ പാർലമെന്റ് ഡിസംബർ 13-ാം തീയതി ആക്രമിക്കപ്പെടും എന്ന് പരസ്യമായ ഒരു വെല്ലുവിളി ഉണ്ടായിട്ട് അതേ ദിവസം സുരക്ഷാ വീഴ്ച ഉണ്ടായി. സാധാരണ നിലയിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും ശക്തമായ പരിശോധന നടത്താമല്ലോ. അതുണ്ടായിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തേത്, ഇപ്പൊ പ്രധാനമന്ത്രി സംസാരിച്ചു എന്ന് അങ്ങ് പറഞ്ഞു. എവിടെ? പാർലമെന്റിലല്ലേ ഈ സംഭവം നടന്നത്? ഒരു പാർലമെന്റ് സെഷനിൽ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അല്ലെങ്കിൽ മന്ത്രിമാർ എവിടെയാണ് പറയേണ്ടത്? പാർലമെന്റിൽ പറയണ്ടേ? പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞോ? പ്രധാനമന്ത്രി സഭയിലേക്കൊന്ന് വരൂ എന്നുള്ളതാണ് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആഭ്യന്തരമന്ത്രി സഭയിൽ പറഞ്ഞു. നോക്കൂ, 2001 നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെയാണല്ലോ ആ ഡിസംബർ 13 ആക്രമണം ഉണ്ടായത്. അന്ന് LK അദ്വാനി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടില്ലേ? അന്നത്തെ ആഭ്യന്തരമന്ത്രി. അന്ന് LK അദ്വാനി പ്രസ്താവന നടത്തിയതുപോലെ ഈ സംഭവത്തെക്കുറിച്ചൊരു 4 വരി പ്രസ്താവന അമിത്ഷാ നടത്തൂ എന്ന ഒരൊറ്റ ആവശ്യമല്ലേ ഈ പ്രതിപക്ഷ MP-മാർക്കുള്ളൂ? അതല്ല, ഇവിടെ ഞാൻ പറയാം, ഇത് കൃത്യമായിട്ട് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയ ഒരു സുവർണ അവസരമായിട്ടാണ് ഇവരെടുത്തിരിക്കുന്നത്. ഇവർ ആദ്യ ദിവസം വളരെ ആശങ്കാകുലരാണെന്നും ജനാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം തൊട്ട് ഇതിന്റെ ചിത്രം അവർ മാറ്റാൻ തുടങ്ങി. ശ്രീ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് ഈ ചെറുപ്പക്കാർ ഇതിന്റെ ഉള്ളിൽ കയറിയത് വിലക്കയറ്റവും അതുപോലൊപ്പം തൊഴിലില്ലായ്മയുടെ വർധനവും മൂലം രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ കയറുകയാണെന്നുള്ള ഒരു വേർഷൻ കൊണ്ടുവന്നു. അതായിരുന്നു അവിടെ പറയേണ്ടിയിരുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനായിട്ട് പ്രധാനമന്ത്രിക്ക് മനസ്സില്ല എന്ന് പറയും.
ആഭ്യന്തരമന്ത്രിക്ക് മനസ്സില്ല എന്ന് പറയും. അതേസമയം അവർ എങ്ങനെയായിരുന്നു അവിടെ അതിൽ ഇടപെടേണ്ടിയിരുന്നത്? ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് ജനാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയും അവിടെ എത്തുമായിരുന്നു. പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തുക എന്നുള്ളത് ഒരു ഔദാര്യമാണോ അങ്ങനെയാണോ കാണുന്നത്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സർക്കാർ പാർലമെന്റിൽ അക്കൗണ്ടബിൾ ആകണ്ടേ? പാർലമെന്റിനകത്ത് നടന്ന ഒരു സുരക്ഷാ വീഴ്ചയിൽ പോലും പാർലമെന്റിനകത്ത് ഒരു പ്രസ്താവന നടത്താൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണല്ലോ. പുറത്തു പറഞ്ഞു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പാർലമെന്റ് സെഷനിൽ ഇരിക്കെ ഈ വിഷയത്തെക്കുറിച്ച് പുറത്ത് പ്രതികരിച്ചിട്ടും 2001 LK അദ്വാനി പാർലമെന്റ് ആക്രമണം നടന്നപ്പോൾ പാർലമെന്റിൽ നടത്തിയതുപോലെ ഒരു പ്രസ്താവന ഞങ്ങൾ നടത്തുകയില്ല, ഒരു തരത്തിലും പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് ആവർത്തിച്ചുറച്ച് പ്രഖ്യാപിക്കുക. അതിനുശേഷം ആ ആവശ്യം ഉന്നയിക്കുന്ന ആളുകളെ പുറത്താക്കുക. ഈ 140-ലധികം MP-മാരെ ഒറ്റയടിക്ക് 3 ദിവസങ്ങളിലായി പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം മുമ്പ് കണ്ടിട്ടുണ്ടോ? അഭിലാഷ്, ഇവിടെ ബധിരകർണങ്ങൾക്ക് മുന്നിൽ എന്ത് പറഞ്ഞിട്ടും എന്ത് നിലപാട് പറഞ്ഞാലും അതൊന്നും നടക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് അവിടെ ഉള്ളത്. ബധിരകർണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ സഖ്യം അവിടെ ഉള്ളത്. അവരുടെ അടുത്ത് ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഇത് നിലപാട് ഇതാണ് എന്ന് പറഞ്ഞാലൊന്നും അടങ്ങുന്നവരല്ല അവർക്ക് വേണ്ടത് എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ കിട്ടിയ ഒരു സുവർണാവസരം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു അധപതനം, അതിൽ നിന്നൊക്കെ പിടിച്ചു കയറാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ പാർലമെന്റ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ പിടിച്ച് കൃത്യമായ വില കുറഞ്ഞ രാഷ്ട്രീയം അതാണ് അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, സുപ്രധാനമായ ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? നഴ്സറി കുഞ്ഞുങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ കടലാസുകൾ വലിച്ചെറിഞ്ഞ് കീറിയെറിഞ്ഞ് അവിടുത്തെ അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു പ്രതിപക്ഷം. അതാണോ അവിടെ സംഭവിക്കേണ്ടത്? അതിന്റെ ഉത്തരവാദി ആരാണ്? ഇവിടുത്തെ എന്നുള്ളതാണോ MP-മാർ ചെയ്ത മഹത്തായ അപരാധം? ശ്രീമതി TP സിന്ധുമോൾ, അരുൺ ജെയ്റ്റ്ലി പണ്ട് രാജ്യസഭയിലെ കക്ഷി നേതാവായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റപ്ഷൻ എന്നുള്ളത് ഈ പാർലമെന്ററി പ്രൊസീഡിംഗ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. അന്ന് UPI ആയിരുന്നു ഭരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ MP-മാർ പ്രതിനിധീകരിക്കുന്നത് ആരെയാണ്? ജനങ്ങളെയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ MP-മാർ സഭകളിൽ ഇരിക്കുന്നത്. അപ്പോൾ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനങ്ങളോട് അക്കൗണ്ടബിൾ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ ഏത് തരത്തിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു? അത് പാർലമെന്റിൽ ബോധിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി സഭകളിലേക്ക് ജയിച്ച ആളുകളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കും, എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചാനൽ സ്റ്റുഡിയോയിൽ പോയി പറയും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിക്ക് എന്താണ് പ്രസക്തി ഉള്ളത് ഇവിടെ? പാർലമെന്ററി ഡെമോക്രസിയുടെ ഒരു പ്രസക്തിയും ഇവിടെ നഷ്ടമായിട്ടില്ല. ഇവിടെ ഒരു അസഹിഷ്ണുത ജനാധിപത്യം എന്നുള്ള പേരിൽ ഒരു വിഭാഗം ഇവിടെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണ്. അതിനൊക്കെ വശംവദരാകണം എന്ന് പറയുന്നത് തന്നെ തെറ്റ്. അവിടെ ജനാധിപത്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ MP-മാർ ഹനിച്ചിരിക്കുന്ന ജനാധിപത്യത്തെയല്ലേ? ഇവരെ തെരഞ്ഞെടുത്തു വിട്ട ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ആ ജനങ്ങളോട് ചെയ്യുന്ന നീതികേടല്ലേ? പ്രധാനപ്പെട്ട ബില്ലുകൾ ഡിബേറ്റ് നടത്തേണ്ട സാഹചര്യം അല്ലേ? ആ നിയമസഭാ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഡിബേറ്റ് നടത്തേണ്ട സാഹചര്യത്തിൽ അവർ അതിനു നിൽക്കാതെ ഇത്തരത്തിലുള്ള ഇത് പരിഹരിക്കേണ്ട വിഷയമാണെന്നും അന്വേഷണം ഉണ്ടാകുമെന്നും ഇവിടെ ആശങ്കാജനകമായ ഒരു സംഭവം ഉണ്ടായി എന്നും ഒക്കെ കൃത്യമായിട്ട് ആ പാർലമെന്റിന്റെ ഉള്ളിൽ പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഡിബേറ്റിലൊന്നും പങ്കെടുക്കാതെ അവിടെ ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസത്തോട് എന്ത് നീതി പുലർത്തുന്നു? ജനാധിപത്യ വിശ്വാസികളോട് എന്ത് നീതി പുലർത്തുന്നു? ഞാൻ നോക്കിയിട്ട് അതിലും 140 കോടി ജനങ്ങളുടെ അടുത്ത് ഏറ്റവും നന്നായി ഇവർ വഴി ജനങ്ങൾ ഇതറിയില്ല. അത് ഏറ്റവും നന്നായി അത് പ്രതിഫലിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അമിത്ഷായും അതോടൊപ്പം നരേന്ദ്രമോദിയും ഇവിടെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് ഒരു മീഡിയയ്ക്ക് മുന്നിലൂടെ വന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് തന്നെയാണ് ശരിയായ രീതിയിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ അതാണ് നമ്മൾ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം, പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം തമാശയായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. ഏതെങ്കിലും ഇഷ്ടമുള്ള TV സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞാൽ മതിയല്ലോ. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ ലെജിസ്ലേഷനിൽ നിങ്ങൾ ഭാഗഭാക്കാകാതെ പേപ്പറുകൾ കീറിയെറിഞ്ഞ് അവിടെ ആകപ്പാടെ മോശം അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ, എവിഡൻസ് ആക്ട്, IPC, CRPC ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബില്ലുകൾ അത് സഭാസമിതിക്ക് വിട്ട് അതിന്റെ അമെൻഡഡ് വേർഷൻ സഭയിൽ ഉള്ള സമയത്താണ് MP-മാർ പുറത്തു നിൽക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ നിയമത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരത്തിലുള്ള സുപ്രധാനമായ നിയമനിർമ്മാണങ്ങളിൽ
പാർലമെന്റിനകത്ത് നിങ്ങളുടെ അവസരം ഈ പറഞ്ഞ ഈ ഡിസ്റപ്ഷൻ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്തത്? അഭിലാഷേ, ഈ BJP വക്താവിൻ്റെ പ്രതിപാദനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇന്ത്യ എന്നുള്ള ഒരു സ്വതന്ത്ര ജനാധിപത്യ പാർലമെന്ററി ഭരണരീതിയുള്ള ഒരു രാജ്യം ഉണ്ടായത് 2014 അതിനു മുമ്പ് ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടായിരുന്നില്ല. UPA സർക്കാരിൻ്റെ 10 വർഷ കാലയളവിൽ BJP എന്താണ് പാർലമെന്റിൽ കാട്ടിക്കൂട്ടിയത്? എത്ര പാർലമെന്റ് സമ്മേളനങ്ങൾ സ്തംഭിപ്പിച്ചിട്ടുണ്ട്? എത്ര ബില്ലുകൾ കീറിയെറിഞ്ഞിട്ടുണ്ട്? എത്ര കടലാസ് കഷ്ണങ്ങളും പ്ലക്കാർഡുകളും അവിടെ ഉയർത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഈ BJP വക്താവ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ വളരെ വിശുദ്ധര്, സംശുദ്ധര്, പാർലമെന്റിനെ ഒരു ക്ഷേത്രമായിട്ടും ശ്രീകോവിലായി കണ്ടിട്ടാണ് പെരുമാറുന്നത്. സഹോദരി, 2014 മുമ്പ് ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു, ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നേതാക്കന്മാർ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്? എത്ര പാർലമെന്റ് സമ്മേളനം ഒഴുകിപ്പോയി? എത്ര പേരെ സസ്പെൻഡ് ചെയ്തു? ഞാൻ പറഞ്ഞുതരാം. അതായത് 10 വർഷത്തെ UPA ഗവൺമെന്റിന്റെ കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ കേവലം 53 പേരാണ്. നിങ്ങളുടെ കാലത്ത് എത്ര പേര് സസ്പെൻഡ് ചെയ്യപ്പെട്ടു? 300ഓളം MP-മാരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. അതായത് 1ാം മോഡി സർക്കാരിന്റെ കാലത്ത് 104 MP-മാരെ സസ്പെൻഡ് ചെയ്തു. 2ാം മോഡി സർക്കാരിന്റെ കാലത്ത് 192 MP-മാരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഇതുപോലുള്ള ഒരു കൂട്ട സസ്പെൻഷൻ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 2, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം എന്താണ്? ഇപ്പോൾ സഹോദരി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്കൊരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ പോയിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. ഒന്നിലോ താങ്കളോട് ഇത് പറയാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചതാണോ, അതെയോ താങ്കൾ ഒരു ഫൗള് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾ പാർലമെന്റിലെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ കേവലം പ്രതിപക്ഷ അംഗങ്ങളെ മാത്രമല്ല അഭിസംബോധന ചെയ്യുന്നത്, ഭരണപക്ഷി അംഗങ്ങളെ കൂടിയാണ്. ഇനി പാർലമെന്റിലെ അംഗങ്ങളെ മാത്രമല്ല നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്, ഈ രാജ്യത്തെയും ഈ ലോകത്തെയാണ്. തത്സമയ സംപ്രേഷണമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്ക് പ്രതിപക്ഷ അംഗങ്ങളെ നോക്കാതെ ഭരണപക്ഷ അംഗങ്ങളെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവിടെ പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറയെ നോക്കിക്കൊണ്ടോ വേണമെങ്കിൽ അഭിസംബോധന ചെയ്യാലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ എന്ത് മൗഢ്യതയാണുള്ളൂ എന്നുള്ള കാര്യം സഹോദരി ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സാഹചര്യം ഒന്ന് വിഷ്വലൈസ് നോക്കുക. അഭിലാഷ്, ഈ പ്രതാപ് സിംഹ എന്ന് പറയുന്ന ഒരു തീവ്ര ഹിന്ദുത്വവാദിയായ MP, അതിലേക്ക് ഞാൻ പോകുന്നില്ല, അദ്ദേഹം കൊടുത്ത പാസിൽ വന്നവരാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയത്. ഇനി ആ പാസ് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MP ആണ് കൊടുത്തിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഈ BJP വക്താവും ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യത്തോട് പറയുന്നത്? ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് പ്രതിപക്ഷം തീവ്രവാദികളെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു പ്രതിപക്ഷ MP-ക്കെതിരെ UAPA ചുമത്തി തീഹാർ ജയിലിലിടില്ലായിരുന്നോ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നില്ല? ഇനി വേറൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, വളരെ രസകരമാണ്. അതായത് ഈ BJPക്ക് വേണ്ടി 5ാം പത്തി പരിപാടി ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്, ഒവൈസി. അതായത് പ്രതിപക്ഷത്തെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പോയിട്ട് ആൾക്കാരെ നിർത്തി മത്സരിപ്പിക്കും. ഈ ഒവൈസി എന്ന് പറയുന്ന ആളുടെ വാഹന വ്യൂഹത്തിനെതിരെ എവിടെയോ ഒരു ആക്രമണം നടന്നു എന്നുള്ള പേരിൽ ഞാൻ നോക്കുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി എരച്ച് സഭയിലേക്ക് വരുന്നു, എന്നിട്ട് സ്വമേധയാ ഒരു പ്രസ്താവന നടത്തുന്നു. നിങ്ങൾ രേഖകൾ പരിശോധിച്ചെന്നറിയാം. ഒവൈസിയുടെ ഈ പറയുന്ന വാഹന വ്യൂഹത്തെ ആരോ കല്ലെറിഞ്ഞെന്നോ ആക്രമിച്ചെന്നോ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആകെ ബേജാറായി പാർലമെന്റ് ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന് വിധേയമാകുന്നു. 2 പേര് BJP MP-യുടെ പാസ് ഉപയോഗിച്ച് ഉള്ളിൽ കയറി ഈ പറയുന്ന പുക സ്പ്രേ ചെയ്യുന്നു. ആ പുകയ്ക്ക് വേറെ ആസിഡാണ്, വിഷബാധകമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ദുരന്തം? അത് മാത്രമല്ല അഭിലാഷേ, ഞാൻ ഒരു 1/2 ഡസൻ ചോദ്യങ്ങളെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പാർലമെന്റിന്റെ സുരക്ഷാ സന്നാഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുടക്കിയ തുക എത്രയാണ്? അതൊക്കെ ഗംഭീരമാണ്, കുറ്റമറ്റതാണ് എന്നാണ് മറുപടി കിട്ടിയത്. അങ്ങനെ മറുപടി കിട്ടുക മാത്രമല്ല, അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തില്ല. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, ഇപ്പൊ സീതാറാം യെച്ചൂരിയും D രാജയും അതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ പാർലമെന്റിൽ അംഗങ്ങളായിരുന്നു.
അവർ വലിയ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരാണ്. എക്സ് എം പിമാരെ പോലും ഇവരെ പ്രവേശിപ്പിക്കുന്നില്ല പുതിയ പാർലമെന്റിലേക്ക്. എന്തിനു വേണ്ടി? സുരക്ഷാ കാരണങ്ങളാൽ. അപ്പോഴാണ് ഒരു BJP MP നൽകിയ പാസിൽ വന്ന ആൾക്കാര് പാർലമെന്റിൽ ഈ ആക്രമണം നടത്തുന്നത്. ഇനി വേറൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ബില്ലുകളൊക്കെ ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾ രാജ്യത്തോട് പറയണ്ടേ അത് പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തിയ ശേഷമാണെന്നുള്ളത്? ഞങ്ങൾ സഹകരിക്കാതിരുന്നുകൊണ്ടാണോ? ഞങ്ങൾ സഹകരിക്കാതിരുന്നാണെങ്കിൽ എന്തുകൊണ്ട് ജമ്മു കാശ്മീർ ബില്ലും മറ്റ് ബില്ലുകളും പാർലമെന്റ് പാസ്സാക്കി? സെൻട്രൽ യൂണിവേഴ്സിറ്റി ബില്ലൊക്കെ പാസ്സാക്കിയത് എങ്ങനെയാണ്? ഞങ്ങൾ സഹകരിച്ചിട്ട് തന്നെയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബില്ല് പാസ്സാക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തണ്ടല്ലേ? മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ നിയമവിദഗ്ധരും അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. സഭാ നടപടികൾ നടത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തം ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. വെങ്കയ്യ നായിഡു ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. The primary responsibility rests with the government. പ്രതിപക്ഷത്തെക്കാൾ ഉത്തരവാദിത്തം ഉള്ളത് ഗവൺമെന്റിനാണ് പാർലമെന്റ് നടപടികൾ സുഗമമായി നടത്തുക എന്നുള്ളതിൽ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? ഒരു ന്യായമായ ഒരു ചെറിയ ആവശ്യം. ഇനി ആഭ്യന്തരമന്ത്രി യഥാർത്ഥത്തിൽ കീഴ്വഴക്കപ്രകാരം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആഭ്യന്തരമന്ത്രി ലോകസഭയിൽ നടത്തുന്ന പ്രസ്താവനയ്ക്ക് മുകൾ പിന്നീട് ചർച്ചയില്ല, ചോദ്യങ്ങളില്ല. അദ്ദേഹത്തിന് ഏകപക്ഷീയമായി എൻ്റെ BJP വക്താവിനോട് ഞാൻ പറയുകയാണ്, അദ്ദേഹം ചോദ്യശരങ്ങൾ കിട്ടുന്നത് കൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കിയതാണ്. വേണ്ട, നിങ്ങൾ സ്വമേധയാ ഒരു പ്രസ്താവന നടത്തി ചോദ്യങ്ങൾ ഒഴിവാക്കാം. അതാണ് ലോകസഭയിലെ രീതി. ഇനി രാജ്യസഭയിലെ രീതി എന്താണ്? സാധാരണ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ പല അവസരങ്ങളിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ടതില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ചെയർമാൻ തീരുമാനിക്കുകയും പ്രതിപക്ഷം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു വാശിയില്ല. നിങ്ങൾ ഏകപക്ഷീയമായി ഏകമാനമായ ഒരു പ്രസ്താവന നടത്തിയാൽ മാത്രം മതി. ചർച്ച വേണ്ട, ചോദ്യങ്ങൾ വേണ്ട. രാജ്യത്തെ വിശ്വാസത്തിലെടുക്കൂ, പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കുന്നു. ഞങ്ങളെ മാത്രം വിശ്വാസത്തിലെടുത്താൽ പോരാ, നിങ്ങൾ രാജ്യത്തെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി അല്ലെങ്കിൽ വേദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റാണ്. ഇന്ത്യയുടെ പാർലമെന്റിനേക്കാൾ കൂടുതൽ മഹത്വം നിങ്ങൾ ടെലിവിഷൻ സ്റ്റുഡിയോയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഒരു BJP വക്താവ് ഇവിടെ പരസ്യമായി പറയുമ്പോൾ അതിന്റെ അത്രയും മൗഢ്യതയ വേറെ ഏതെങ്കിലും വാചകങ്ങൾ കൊണ്ടോ? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്. അതായത് ഈ പറഞ്ഞ ഏറാം മൂടികളായിട്ടുള്ള സ്റ്റുഡിയോകളിൽ, അതായത് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പോയി ഞങ്ങൾ പറയും ഇന്ത്യൻ പാർലമെന്റിനെ ഞങ്ങൾ അഭിമുഖീകരിക്കില്ല എന്ന് പറയുന്നതിന്റെ അത്രയും ജനാധിപത്യ വിരുദ്ധത ഏതെങ്കിലും വാക്കുകൾ കൊണ്ടോ? ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ ആന്റോ ആന്റണി ഇന്ന് ശശി തരൂർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ അംഗമാണ്, ആദ്യമായിട്ട് ഞാൻ പ്ലക്കാർഡുമായി വെല്ലിലേക്ക് ഇറങ്ങുകയാണ്, എൻ്റെ സസ്പെൻഷൻ ഉടൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. പിന്നാലെ അദ്ദേഹം സസ്പെൻഷനിലാവുന്നത് നമ്മൾ കണ്ടു. ജയറാം രമേശ് ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ 2 പതിറ്റാണ്ട് ഞാൻ പാർലമെന്റിലുണ്ട്, ഞാൻ സഭകളിലുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ട് നടപടി ഏറ്റുവാങ്ങണം. അങ്ങനെ അഭൂതപൂർവമായ നിലയിൽ മുമ്പ് ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള നടപടി നേരിടാത്ത അല്ലെങ്കിൽ സഭാ തലത്തിലേക്ക് ഇറങ്ങി ഏതെങ്കിലും തരത്തിൽ മുദ്രാവാക്യം മുഴക്കാത്ത ആളുകൾ പോലും ഇപ്പോൾ ഇതൊരു അനിവാര്യത എന്നുള്ള നിലയിൽ പ്ലക്കാർഡുകൾ ഏന്തുന്നു, അവർ സസ്പെൻഷൻ ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു സന്ധിയായി കാണുന്നു. അല്ല, ഞാൻ പാർലമെന്റ് അംഗമായി 15 വർഷമായി. ആദ്യത്തെ 5 വർഷം BJP ആയിരുന്നു പ്രതിപക്ഷത്ത്. ആ 5 വർഷക്കാലം പാർലമെന്റിൽ നടന്നതിൻ്റെ 100-1 കാര്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ ചെയ്തിട്ടില്ല. അന്ന് പ്ലാക്കാർഡ് പിടിക്കുക, സത്യാഗ്രഹിക്കുക മാത്രമല്ല, അന്ന് സ്പീക്കറുടെ ചേംബറിലേക്ക് പോകുന്ന വഴിയിൽ സ്പീക്കറുടെ വഴി അടച്ചുകൊണ്ടാണ് സത്യാഗ്രഹം നടത്തിയിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലുമുള്ള ഡിസ്റപ്ഷൻസ് അന്ന് പാർലമെന്റിൽ BJP നടത്തിയിരുന്നു. എത്രയോ സെഷനുകൾ ഒരു ചർച്ച പോലും ഇല്ലാതെ അന്ന് പാഴായി പോയിട്ടുണ്ട്. അപ്പം അന്ന് BJP നടത്തിയ പാർലമെന്റിൽ നടത്തിയ നിഷേധാത്മകമായ പ്രവർത്തനങ്ങളുടെ 10% പോലും ഇന്ന് പാർലമെന്റ് നടക്കുന്നില്ല. ഞാൻ മുമ്പ് ജോൺ ബിട്ടാസ് പറഞ്ഞതിന് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പിന്നെ എൻ്റെ ഒരു ഭയം ഞാൻ പറയുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 13 ഈ പാർലമെന്റിൽ കടന്നു കയറിയത് പ്രതിപക്ഷ MP-യുടെ പാസിലായിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന പുകില് നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ എത്രയോ ഭയാനകമായിരുന്നു അതിൽ ആരെങ്കിലും ഒരു ആൾ, ഒരു മൈനോറിറ്റിയുടെ, ഒരു മുസ്ലിം നാമധേയത്തിലുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ബന്ധമായി അന്താരാഷ്ട്ര ഗൂഢാലോചനയായി
ഈ രാജ്യം മുഴുവൻ എത്രയോ കലാപങ്ങൾ അഴിച്ചു വിടുമായിരുന്നു. അപ്പോൾ സ്വന്തം MP-യുടെ പാസിൽ പാർലമെൻറ്റിൽ കടന്നു കയറി ഇത്രയും അതിക്രമങ്ങൾ കാട്ടിയിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ പാർലമെൻറ്റിൽ വരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ് BJP ആഗ്രഹിക്കുന്നത്? ഇത് പ്രധാനമന്ത്രിയുടെ ഇത് ആദ്യത്തെ സംഭവമല്ല. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ വന്നിരിക്കും. അദ്ദേഹം പാർലമെൻറ്റിലുണ്ട്, പക്ഷേ ലോക്സഭയിൽ വരില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചകൾ അദ്ദേഹത്തിന് കേൾക്കണ്ട. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി മാത്രമാണ് പാർലമെൻറ്റിൻ്റെ വല്ലപ്പോഴും ഒരു കാലഘട്ടത്തിൽ വരുന്നത്. ആ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കണം. തിരിച്ച് ചർച്ച പാടില്ല, ചോദ്യങ്ങൾ പാടില്ല. നിയമങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ 15 മിനിറ്റിൻ്റെ ഇടവിട്ട് 16 നിയമങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയ പാർട്ടിയാണ്. ആ പാർട്ടിയോടാണ് നമ്മൾ ജനാധിപത്യം പറയുന്നത്. എങ്ങനെയും പാർലമെൻറ്റ് ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ മറവിൽ ചർച്ചയില്ലാതെ നിയമങ്ങൾ പാസ്സാക്കുക, ഈ രാജ്യത്തെ പൂർണ്ണമായ ഒരു ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോവുക. ജനാധിപത്യം, ആ ജനാധിപത്യ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ജനാധിപത്യം അവസാനിച്ചു എന്ന് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളോട് ലജ്ജയില്ലാതെ പറയുന്ന ഒരു പാർട്ടിയും ഒരു പ്രധാനമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയുമാണ് ഈ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ജനാധിപത്യത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. അപ്പോൾ ഈ രാജ്യത്ത് ഇന്ന് ജനാധിപത്യത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കടന്നു പോവുകയാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അവർക്കെതിരെ ഉയരുന്നുണ്ട്. ആ ശബ്ദങ്ങളെ എങ്ങനെയും അടിച്ചമർത്തുക, എങ്ങനെയും കള്ളക്കേസുകളിൽ കൊടുക്കുക, എങ്ങനെയും പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെ ഈ രാജ്യം തങ്ങളുടെ ഏകാധിപത്യ ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ള ആ ദൗത്യം, അതിൻ്റെ കാലൊച്ചകളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ രാജ്യം ഉണർന്നെഴുന്നേറ്റ് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഇപ്പോൾ സ്വാതന്ത്ര്യം, നമ്മൾ നൂറ്റാണ്ട് നീണ്ടു നിന്ന പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഓർമ്മ ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ശരി, നോക്കൂ ശ്രീമതി സിന്ധുമോൾ, ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പാർലമെന്ററി പാർട്ടി ലീഡർമാരായിട്ടുള്ള നേതാക്കൾ തന്നെ സസ്പെൻഷനിലായിരിക്കുന്നു. അധിർ രഞ്ജൻ ചൗധരി അടക്കം, ജയറാം രമേശ് അടക്കം, KC വേണുഗോപാലും രൺദീപ് സുർജേവാലയും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും, ശശി തരൂർ അടക്കം. നോക്കൂ, ഇവരൊന്നും അങ്ങനെ പാർലമെന്റിനകത്തോ എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയാണ് പാർലമെന്ററി ഡെമോക്രസി എന്ന് വിചാരിക്കുന്ന ആളുകളല്ല. പക്ഷേ പ്രതിപക്ഷ സ്വരം ഉയർത്താനുള്ള സ്പേസ് തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ആപൽക്കരമായ ഒരു കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യം ഒരു ദശാസന്ധിയിലാണ് എന്ന് ഈ പ്രതിപക്ഷത്തിന് പറയേണ്ടി വന്നത്. രമേഷ് ബിദൂരി, ഡാനിഷ് അലി MP കുറിച്ച് എത്ര മോശമായ ഭാഷയിൽ വംശീയ അധിക്ഷേപം നടത്തി. എന്തെങ്കിലും നടപടി ഉണ്ടായോ? പ്രതാപ് സിംഹയുടെ പാസിലാണ് ഈ അക്രമികൾ അകത്ത് കയറിയത്. എന്തെങ്കിലും നടപടി ഉണ്ടായോ? മറിച്ച് ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷ MP-മാരെയൊക്കെ പിടിച്ച് വെളിയിലിടുകയാണ്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ 3 മാസത്തെ സസ്പെൻഷൻ, അതിന് തന്നെ പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിശോധന, കൂടുതൽ നടപടികൾ. ഇങ്ങനെ ഒരു തരത്തിലും ഒരു ഡിസന്റും ഒരു വിയോജിപ്പും ഒരു എതിർ ശബ്ദവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യം? അഭിലാഷ, ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു നരേന്ദ്രമോദി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടാണ് ഇദ്ദേഹം ആന്റോ ആന്റണി MP ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, രാത്രിക്ക് രാത്രി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ട ഏറ്റവും ഭീകരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രായ്ക്ക് രാമാനം രാഷ്ട്രപതിയുടെ ഫക്രുദ്ദീൻ അലിയുടെ വീട്ടിൽ പോയി ഒപ്പിടിച്ചു വാങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ് ഇവിടെ ഇരുന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിൻ്റെ കഥകൾ പറയുന്നത്. ഇവിടെ ജനാധിപത്യ രീതിയിലല്ലാതെ ആരാണ് ഈ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? BJP-യുടെ MP-മാർ ജനാധിപത്യ രീതിയിലല്ലേ കടന്നു വന്നിട്ടുള്ളത്, അല്ലാതെ ഏതെങ്കിലും ഡിക്റ്റേറ്റർ രീതിയിലാണോ? അങ്ങനെ പറയാൻ സാധിക്കുമോ? ആ ജനാധിപത്യ രീതിയിലൂടെ തന്നെയാണ് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ BJP ജയിച്ചത്. അതല്ല എന്ന് പറയാൻ സാധിക്കുമോ? അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്നവർ തന്നെയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, അദ്ദേഹത്തോട് ബഹുമാനപൂർവ്വം പറയട്ടെ, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട് താങ്കളുടെ ഒരുപാട് ഷോ. വളരെ നല്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്ത ആൾ അദ്ദേഹമാണ്. ഏറാൻ മൂളികളായ മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അഭിമുഖം കൊടുത്തു എന്ന് പറയുന്നത്. അദ്ദേഹം അതിനോട് യോജിക്കുന്നുണ്ടോ? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അല്ലെ മാധ്യമങ്ങൾ ചെറുതും വലുതുമായത്? നിങ്ങൾ എങ്ങനെയാണ് ഏറാൻ മൂളി എന്ന് വിളിക്കുവാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ജോൺ ബ്രിട്ടാസ് MP മാറിയതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്?
കൃത്യമായി ബധിരകർണങ്ങളുമായിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നതിലും ഭേദം ജനങ്ങളുടെ അടുത്തേക്ക് 140 കോടി ജനങ്ങളുടെ അടുത്തേക്ക് കാര്യം കൃത്യമായി എത്തുന്നു ഒരു മാധ്യമത്തിൽ കൂടി പറയുമ്പോൾ, മാധ്യമത്തിൽ കൂടി പറഞ്ഞാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവിടെ വേറൊന്നും ദുരുദ്ദേശം കണക്കാക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ കശാപ്പുശാല എന്ന് പറയുന്ന സമയത്ത് എത്രയോ സുപ്രധാനമായ ബില്ലുകൾ വരുന്ന സമയത്തൊക്കെ ഇപ്പൊ കർഷക സമരം നമുക്കറിയാം, കാർഷിക ബില്ലുകളെ കുറിച്ചൊക്കെ അറിയാം. ഞാൻ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല, പോകുന്നില്ല, ചർച്ച അതല്ലാത്തത് കൊണ്ട്. അത്രയും സുപ്രധാനമായ ബില്ലുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്കെതിരെ ഒക്കെ വിഷം തുപ്പിക്കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയെ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ അവിടെ ഡിബേറ്റ് നടത്തേണ്ടതിന് പകരം ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇത്രയും സുപ്രധാനമായ ബില്ലുകൾ ഈ പാർലമെന്റിൽ വരുമെന്ന് നിങ്ങൾക്കറിയാം, അറിയായികയില്ലല്ലോ. അവിടെ ചർച്ച വേണമെന്നുള്ളതറിയാം. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമുക്കുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കണം, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കണമെന്നറിയാം. അതൊക്കെ അറിഞ്ഞിരുന്നിട്ട് കൂടി ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട്, അത് ഏറ്റവും മ്ലേച്ഛമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട്, ഇന്ത്യ രാഷ്ട്രീയം വെച്ചുകൊണ്ട്, അങ്ങനെ തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കൂ. കാരണം നിങ്ങളെല്ലാവരും ഒന്നിച്ചാണല്ലോ അവിടെ BJP എതിർക്കാൻ. അവിടെ ആ ഇന്ത്യ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ ലാക്കാക്കിക്കൊണ്ട് വസൂലാക്കുവാനുള്ള ശ്രമത്തിലാണ്. എന്തിന്? 2024 തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്. ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശ്രീ ആന്റണി ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും ഒന്ന് പുറകോട്ട് ചിന്തിക്കണം. എവിടെയൊക്കെ ജനാധിപത്യം കശാപ്പ് 2014 മുമ്പ് കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ആലോചിച്ച് വേണം സംസാരിക്കുവാൻ. അതിന്റെ ഒരു 100-ലൊരംശം, ഒരംശം പോലും ഇവിടെ പ്രധാനമന്ത്രി ചെയ്യുന്നില്ല. ഇന്ന് ഭാരതം സമ്പദ്ഘടനയിലെ 5ാം സ്ഥാനത്താണ്. അല്ല, നമുക്ക് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ശ്രീമതി ടി.പി. നരേന്ദ്രമോദി ഏറ്റവും മോശം അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ. നമുക്ക് അതിലേക്കൊക്കെ വിശദമായി വരാം, അത് നമ്മൾ വേറൊരു ഡിബേറ്റ് ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇപ്പൊ തങ്ങ് തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവര് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും വിമർശിച്ചാൽ എന്താണ് കുഴപ്പം? പാർലമെന്റേറിയന്മാർ പിന്നെ സ്തുതിപാഠനത്തിന് വേണ്ടി അവിടേക്ക് പോയ ആളുകളാണോ? നിങ്ങളുടെ MP-മാർ, നിങ്ങളുടെ പാർലമെന്റേറിയന്മാർ എത്ര രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിമർശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ വിമർശനത്തിന് അതീതരായ ആളുകളാണോ ഈ പാർലമെന്റ് അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ? അവരെ വിമർശിക്കുന്നു എന്നുള്ളതാണോ പ്രശ്നം? എന്ന് മാത്രമല്ല, നോക്കൂ, ഇന്ന് നമ്മള് സഭകളിൽ കേൾക്കുന്ന ഈ പ്രതിപക്ഷം ഉയർത്തുന്ന മുദ്രാവാക്യം നമ്മൾ നോക്കി, ഞാൻ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി സദൻമേ ആവോ എന്നുള്ളതാണ്. MP-മാർക്ക് പ്രധാനമന്ത്രി സഭയിൽ വരൂ, പ്രധാനമന്ത്രി സഭയിൽ വരൂ എന്ന് മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഡെമോക്രസി നീങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒന്ന് കേൾക്കാൻ, അവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാൻ, രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് വല്ലപ്പോഴുമെങ്കിലും സഭയിൽ വന്നുകൂടെ എന്നുള്ള പ്രശ്നം ഒരു ജനാധിപത്യമായി ഇന്ത്യ നേരിടുന്നില്ലേ? പ്രധാനമന്ത്രി വരാത്തത് കൊണ്ട് പാർലമെന്റിൽ എല്ലാ ദിവസവും വന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ? എന്താ അഭിലാഷ് ഇങ്ങനെ പറയുന്നത്? ജനാധിപത്യത്തിന് എന്താണ് പ്രസക്തി? പ്രധാനമന്ത്രി സഭയിലേക്ക് വരില്ല, ഞങ്ങളുടെ സർക്കാർ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകില്ല, വേണമെങ്കിൽ ടിവിയിൽ സംസാരിക്കാം. പിന്നെ എന്താണ് ജനാധിപത്യം? ജനാധിപത്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? ജനാധിപത്യപരമായിട്ട് തന്നെയാണ് ഈ സർക്കാർ പോകുന്നത്. ഇവിടെ നരേന്ദ്രമോദി അവിടെ വന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യം ഇല്ലാതാകുമോ? ജനാധിപത്യ രീതിയിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഇലക്ടഡ് ഓട്ടോക്രസി എന്ന് വിളിക്കുന്നത്. ജനാധിപത്യ രീതിയിലൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തെരഞ്ഞെടുത്ത ജനങ്ങളോട്, ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സഭയോട് എങ്ങനെ അക്കൗണ്ടബിൾ ആകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പരമപ്രധാനമായ വിഷയം. ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. വിയോജിപ്പ് ഉയർത്തുന്ന ആളുകളെ നിഷ്കരുണം പുറത്താക്കുകയാണ്, നിഷ്കാസനം ചെയ്യുകയാണ്. ഇത് കേട്ടുകേൾവിയുള്ള കാര്യമാണോ? അഭിലാഷ്, ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവരുടെ വലിയ വിശാലമായ മനസ്സ്, പോസിറ്റീവ് ചിന്താഗതി വെച്ചിട്ടൊന്നുമല്ല. അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, വീണു കിട്ടിയ സുവർണാവസരം അത് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടി ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ ജോൺ ബ്രിട്ടാസ് MP കേരളത്തിൽ നിന്നുള്ള ആളാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ നടക്കുന്ന ഈ നരനായാട്ടിനെതിരെ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? എന്തെങ്കിലും സംസാരിക്കുമോ? ഒരു വാക്ക് സംസാരിക്കുമോ? അപ്പൊ ഇവിടെ ഒരു ഭാഗം, അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതേ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ നിൽക്കുന്ന ആളല്ലേ, അതുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം വിമർശിക്കില്ലായിരിക്കും. പക്ഷേ കേരള നിയമസഭ ചേരുമ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാകും. അടിയന്തര പ്രമേയം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം, വിവിധ വിഷയങ്ങളിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടാകും, എല്ലാ ദിവസവും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്.
ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. സമാനമായ വിധത്തിൽ എല്ലാ ദിവസവും പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എല്ലാ ദിവസവും സംസാരിക്കണമെന്നില്ല. ഇതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ വിഷയങ്ങളിലെങ്കിലും അദ്ദേഹം പാർലമെന്റേറിയന്മാരോട് ആ പാർലമെന്റിനെ ഒന്ന് അഭിസംബോധന ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു 4 വരി പ്രസ്താവന നടത്തുകയോ ചെയ്യുക എന്നുള്ളത് രാജ്യം ആഗ്രഹിച്ചു പോകുന്ന കാര്യമല്ലേ? അഭിലാഷേ, ഇവിടെ രാജ്യം ആഗ്രഹിക്കുന്നു എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇവിടെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി സമ്മതിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി സമ്മതിക്കുന്നുണ്ട് ജനങ്ങളോട്. ഇവിടെ അദ്ദേഹം നടപ്പാക്കേണ്ട കാര്യങ്ങളെല്ലാം കേന്ദ്ര പദ്ധതികളായിട്ട് നടപ്പാക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് അസ്വാസ്ഥ്യമൊന്നുമില്ല. അസ്വാസ്ഥ്യം മുഴുവൻ അവിടെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാർക്കാണ്. അത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം അഭിലാഷേ. അതുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സഭയിൽ വന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ നാട്ടിലിറങ്ങി പ്ലക്കാർഡ് പിടിക്കുന്നൊന്നുമില്ലല്ലോ. പ്രധാനമന്ത്രി സഭയിൽ വന്നില്ല അല്ലെങ്കിൽ അമിത്ഷാ സഭയിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾ പ്ലക്കാർഡ് പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം ഇവരുടെ അസഹിഷ്ണുതയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതേസമയം ഈ ആശങ്ക ഒരേപോലെ പങ്കുവെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇത് രാജ്യസുരക്ഷയെ ബാധിച്ച പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യസുരക്ഷയെ ബാധിച്ച പ്രശ്നമാണ്, അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളതും അഡ്മിറ്റഡ് ആണ്. അവിടെ അന്വേഷണം ഈ പറയുന്ന പാസ് കൊടുത്ത എംപിയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. അവിടെ നടത്തേണ്ട പ്രൊസീജിയറുകളെല്ലാം കൃത്യമായിട്ട് നടത്തപ്പെടുന്നു. പിന്നെ അവിടെ ഒരു പ്രധാനമന്ത്രി വന്ന് ഇതിനെക്കുറിച്ച് ഇവരോട് മിണ്ടിയില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അതേസമയം ഇതൊന്നും നടക്കുന്നില്ല. ഈ എംപിയെ വിളിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, ഇത് സുരക്ഷാ വീഴ്ചയാണെന്ന് പറയുന്നില്ല. അതങ്ങനെ സംഭവിച്ചു പോയി. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ന കാര്യത്തിന് വന്നതാണ് പാവം പിള്ളേര് എന്നുള്ള മനോഭാവമൊന്നും പ്രധാനമന്ത്രി എടുത്തിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വേർഷൻ എന്താ ഇപ്പം? പാവം പിള്ളേരെന്നുള്ള വേർഷനാ. അവരെ വെള്ള പൂശാനുള്ള ശ്രമത്തിലാ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രധാനമന്ത്രി സഭയിൽ വന്ന് സംസാരിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? അതാണല്ലോ ചോദ്യം. ശരി, ഓക്കെ. എന്തിനാണ് പ്രധാനമന്ത്രി സഭയിൽ വന്ന് സംസാരിക്കണം എന്ന് കരുതുന്നത് എന്നുള്ളതാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് BJPയുടെ സംശയം. അഭിലാഷേ, എനിക്ക് ആകെ ഒരു ഒരു വെപ്രാളം വരുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ എന്താണ് BJP വക്താവ് പറയാൻ ശ്രമിക്കുന്നത്? ജോൺ ബ്രിട്ടാസിനോട് പ്രധാനമന്ത്രി കുശലം പറയണമെന്നാണോ ഞാൻ ആവശ്യപ്പെട്ടത്? അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള എംപിമാരോട് കൊച്ചു വർത്തമാനം പറയണമെന്നാണോ ഞങ്ങൾ ആവശ്യപ്പെട്ടത്? പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അപ്പം അവരിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമയം നിയമസഭയിൽ ചെലവിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ? അവിടെ ഏതെങ്കിലും ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയായിരുന്നുണ്ടോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ സാന്നിധ്യം എത്രയാണ്? ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കഴിഞ്ഞൊരു പ്രസംഗത്തിൽ പറഞ്ഞു. 0.01 ആണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് ഒരു ദിവസം ഒരു ചോദ്യോത്തര ദിവസമുണ്ട്. അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം മറുപടി പറയണം. മുൻ പ്രധാനമന്ത്രിമാരെല്ലാം തന്നെ അവർ വരികയും ആ സമയം മുഴുവൻ ഇരിക്കുകയും അത് സംബന്ധിച്ച് ഏതെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നാൽ അവർ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രധാനമന്ത്രി തൻ്റെ വകുപ്പിലെ ചോദ്യങ്ങൾ പാർലമെന്റിൽ വരുന്ന, രാജ്യസഭയിൽ ലോകസഭയിലും വരുന്ന ദിവസങ്ങൾ എത്ര തവണ അദ്ദേഹം വന്നു, എത്ര സമയം ഇരുന്നു? 2 മിനിറ്റ് ഇരുന്നിട്ട് പോകും, അല്ലെ 3 മിനിറ്റ് ഇരുന്നിട്ട് പോകും. ഏതെങ്കിലും ചോദ്യത്തോട് പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ പറയണം. ഞാനിപ്പം മാധ്യമങ്ങളുടെ ഏറാമൂളിത്തരത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ വാസ്തവമാണെന്ന്. അങ്ങനെ അതുകൊണ്ടല്ലേ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചില മാധ്യമങ്ങളുടെ ചർച്ചയ്ക്ക് പോകില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറികളല്ലേ ഡൽഹിയിലെ പല സ്റ്റുഡിയോകളും. ഞങ്ങൾ ആ ചാനലുകളുമായിട്ട് സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഏകമാനമായിട്ടുള്ള പ്രതിപാദനം നടത്താൻ കഴിയുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഏകപക്ഷീയവുമായിട്ട് പ്രസ്താവന നടത്തുന്ന രീതിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. അത് ഏറാമുള്ളികളായിട്ടുള്ള മാധ്യമങ്ങളാണ്. മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ദിവസം പ്രധാനമന്ത്രി പാർലമെന്റിന് ഉള്ളിൽ കയറാതെ പാർലമെന്റിന്റെ വളപ്പിൽ നിന്നുകൊണ്ട് ഏതാനും മാധ്യമങ്ങളെ വിളിച്ച് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് 90 ദിവസം കഴിഞ്ഞിട്ട് പ്രതികരിച്ചില്ലേ? ഇതുപോലുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഏട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവർ പറയുക. ഇനി വേറൊരു കാര്യം, ചോദ്യങ്ങളെ എന്തിനാണെന്ന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഭയക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. ജമ്മു കാശ്മീർ ബില്ലിന് മുകളിൽ ഞാൻ രാജ്യസഭയിൽ ചർച്ചയിൽ പങ്കെടുത്തു. എനിക്കാകെ 5-6 മിനിറ്റോ മറ്റാണുള്ളത്. ആ 4-5 മിനിറ്റ് ഇടയ്ക്ക് അമിത്ഷാ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, പിന്നെ നമ്മുടെ സ്വന്തം മന്ത്രി മുരളീധരൻ, 4 മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തി. എനിക്കൊരു പ്രശ്നമില്ല, അവർ ഇന്റർവ്യൂ ചെയ്യട്ടെ, തടസ്സപ്പെടുത്തട്ടെ, ഞാനതിനുള്ള മറുപടി കൊടുക്കാം.
ഈ ഒരു മനസ്കത എന്നെപ്പോലൊരു സാധാരണ മെമ്പർ കാണിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ പ്രസ്താവനയോട് അഥവാ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഉണ്ടാകണ്ടേ? പിന്നെ BJP വക്താവ് പറഞ്ഞ കാര്യമുണ്ട്, ഒരു മാധ്യമത്തെ അഡ്രസ്സ് ചെയ്താൽ 140 കോടി ജനങ്ങളിലേക്ക് പോകുന്നു. ഒരു മാധ്യമത്തെ അഡ്രസ്സ് ചെയ്യുന്ന പോലെയല്ല, ഇന്ത്യയിലെ ലോകത്തെ എല്ലാ മാധ്യമങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നത് പോലെയാണ് പാർലമെന്റിൽ വന്ന് പ്രസ്താവന നടത്തുന്നത്. അത് എവിടെയെങ്കിലും തമസ്കരിക്കപ്പെടുന്നുണ്ടോ? അത് ഒരു മാധ്യമത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ടോ? എല്ലാ മാധ്യമങ്ങളിലേക്കും വരില്ലേ? ഇപ്പം ദൈനിക് ജാഗരൺ എന്നുള്ള ഒരു ഹിന്ദി പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുന്ന പോലെയാണോ ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തുന്നത്? അത് ഹിന്ദി അറിയാത്ത മലയാളികൾക്കും ലോകത്തെമ്പാടുമുള്ള മറ്റ് രാഷ്ട്രങ്ങളിലുള്ളവർക്കും ഒക്കെ മനസ്സിലാകില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനാധിപത്യ പ്രക്രിയയാണോ, പാർലമെന്ററി ജനാധിപത്യമാണോ, എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർലമെന്ററി രീതിയെ ഉയർത്തിപ്പിടിക്കലാണോ? പിന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ തെരഞ്ഞെടുത്തല്ല വന്നതെന്നും ഞങ്ങൾ പറയുന്നില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയിട്ടുള്ള സ്വേച്ഛാധിപതികളും ലോക ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ അതിലേക്ക് ചർച്ച അതല്ലാത്ത കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, അതായത് പ്രതാപ് സിംഹ എന്ന് പറയുന്ന ഒരു MP-ക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിനെ പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പോലീസിനെ ചോദ്യം ചെയ്തോ അതേ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു? ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കണ്ടേ? അദ്ദേഹം ചെയ്ത കുറ്റത്തേക്കാൾ ചെറിയ കുറ്റം ചെയ്ത ഒരു MP-യെ പൂർണ്ണമായിട്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയില്ലേ? മഹുവ മൊയ്ത്രയെ. അവരെന്താണ് കുറ്റം ചെയ്തത്? ഇതുപോലുള്ള ഒരു സുരക്ഷാ വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? അവരെ ആരെങ്കിലും ആൾക്കാരെ പാസ് കൊടുത്ത് കൊണ്ടുവന്ന് അവിടെ ഈ പറയുന്ന പോലെ പുകബോംബ് പൊട്ടിച്ചോ? ഇതൊന്നുമില്ലല്ലോ. ഇത് ഈ പറയുന്ന ഇത്രയും MP-മാരെ നിങ്ങൾ പുറത്താക്കുന്നു, നിങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ഇതുപോലെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് എന്തെല്ലാം, അത് ആൻഡോ വിവരിച്ചു, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത്? അതുകൊണ്ടല്ലേ അന്ന് അരുൺ ജെയ്റ്റ്ലിക്ക് പറയേണ്ടി വന്നത് പാർലമെന്റ് ഡിസ്റപ്ഷൻ എന്ന് പറയുന്നതും ഒരു പാർലമെന്ററി രീതിയായി എന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സഭയിലെ കക്ഷി നേതാവ് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തൻ്റെ MP-മാർ പാർലമെന്റ് സമ്മേളനം പൂർണ്ണമായി സ്തംഭിപ്പിച്ച് രേഖകൾ വലിച്ചെറിഞ്ഞ് ബില്ലുകൾ കീറിയെറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലല്ലേ അരുൺ ജെയ്റ്റ്ലിക്ക് അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നത്? ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ 2014 മാത്രമാണ് ഇന്ത്യ ജനിച്ചത് ഇവിടെ. അതിനു മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഒരു MP-യും മിണ്ടാൻ പാടില്ല. ഇതെന്താ ക്ലാസ് റൂമാ? നിങ്ങൾ പറയുമ്പോൾ അറ്റൻഷൻ, സ്റ്റാൻഡ് സിറ്റ് ഡൗൺ പറയുമ്പോൾ ഇത് പാർലമെന്റ് അല്ലേ? ഇന്ത്യൻ പാർലമെന്റ് അല്ലേ? പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി എന്താണെന്ന് അറിയാം അഭിലാഷേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നെഹ്റുവിന്റെ നെഞ്ചത്ത് അടിയന്തരാവസ്ഥ, EMS നമ്പൂതിരിപ്പാട്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? നിങ്ങൾ 10 വർഷമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? നിങ്ങൾ എത്ര കാലം അടിയന്തരാവസ്ഥയിൽ ഒരു പാർട്ടിയുടെ വക്താവാണ് ഞാൻ. നിങ്ങൾക്ക് നെഹ്റുവും നിങ്ങളുടെ സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന സമയത്ത് നിങ്ങൾ 10, 20, 30 വർഷത്തേക്ക് പോകാതെ, നിങ്ങൾ 10 വർഷമായല്ലോ വന്നത്. നിങ്ങൾ രാജ്യത്തുടനീളം സുരക്ഷയെ അങ്ങോട്ട് വാരിക്കോരി ഒഴിച്ചിട്ടു എന്ന് പറയുമ്പോഴാണല്ലോ ഇവിടെ ഈ പറയുന്ന പാർലമെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നിങ്ങൾ എത്ര കോടാനുകോടികളാണ് മുടക്കിയത്? ഇവിടെ ഒരു G20ക്ക് വേണ്ടി 4500 കോടിയല്ലേ? 10 കോടി ഉറുപ്പിക മുടക്കേണ്ട ഒരു ഉച്ചകോടിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഒരു വിശ്വഗുരു പട്ടം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടിയതാണ്? അതിന്റെ ബാക്കി പത്രം എന്തായിരുന്നു? ഇപ്പോൾ ഒരു ചാർജ് ഷീറ്റ് ഉണ്ട് അവിടെ അമേരിക്കൻ കോടതിയിൽ. കാനഡയായിട്ടുള്ള ബന്ധം വഷളായി, US-ആയിട്ടുള്ള ബന്ധം വഷളാക്കി. നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ ഈ പറയുന്ന പ്രൊപ്പഗാൻഡയിലൂടെ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഒരു സമഗ്രമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പെപ്പടികളും പൊയ്മുഖങ്ങളും ഒക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾ പാർലമെന്റിൽ നിങ്ങൾ ഒളിച്ചോടുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് ആഭ്യന്തരമന്ത്രി പ്രസംഗിക്കുക പാർലമെന്റ് സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെ ഒരു സംഭവം നാണംകെട്ട ഏട് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ശരി, ഒരു പത്രത്തെ വിളിച്ചിട്ട് ഏകമാനമായിട്ടുള്ളൊരു അഭിമുഖം കൊടുക്കുക. ശരി, ഓക്കെ. എനിക്ക് ഒരൊറ്റ ഇടവേള ആവശ്യമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അധികാരികളിലേക്ക് മടങ്ങി വരും. ചർച്ചയിലേക്ക് വേണ്ടി ശ്രീമതി സിന്ധുമോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എത്ര രൂക്ഷ വിമർശനം BJP-ക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. മുമ്പ് ഒരിക്കൽ അതിർത്തിയിൽ ഒരു സംഭവം നടന്നപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരുടെ തല അറുത്തു മാറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായപ്പോൾ അന്നത്തെ
ഡിഫൻസ് മിനിസ്റ്റർ AK ആന്റണിയെ എത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് BJP? ഇപ്പൊ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണല്ലോ പറയുന്നത്. അന്ന് ഇതാ ഈ UP മൻമോഹൻ സിംഗും AK ആന്റണിയും ഒക്കെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുകയാണ് പാകിസ്ഥാൻ, അതുകൊണ്ടാണ് അവർ ഇത് വന്ന് ചെയ്തിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. രൂക്ഷമായ ഭാഷാ പ്രയോഗങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾ. ഇവിടെ ഇപ്പോൾ അതാ പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയിൽ കേവലമായ ഒരു പ്രസ്താവനയെങ്കിലും നടത്തൂ, ഒന്ന് പ്രധാനമന്ത്രി സഭയിൽ വരൂ, ആഭ്യന്തരമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തൂ എന്ന് പറയുന്നത് പോലും പറ്റില്ല. അതൊക്കെ അലർജിയാണ്. ആരെങ്കിലും എന്നെ നോക്കിയാലോ അല്ലെങ്കിൽ ഒരു വാക്ക് വിമർശിച്ചാലോ എന്നൊക്കെ ഒരു സർക്കാർ വിചാരിക്കുക എന്ന് പറയുന്നത് ഒരു തരം പാരനോയിയല്ലേ? അഭിലാഷേ, കൃത്യമായിട്ട് നടന്നത് ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആശങ്കയുണ്ട് എന്നും അത് ജനാധിപത്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും ഏൽക്കുന്ന കനത്ത അടിയാണെന്നും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അത് ആദ്യം പറഞ്ഞു, അത് അഡ്മിറ്റഡ് ആണ്. അത് ഒരൊറ്റ MP-മാർ പോലും അതല്ല എന്നും പറഞ്ഞിട്ടില്ല. BJP-യുടെ MP-മാർ അതല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരാവശ്യപ്പെടുന്ന ഇവർ നിരുത്തരവാദപരമായി ഇവിടെ പെരുമാറുകയും പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് നിരുത്തരവാദപരമായി പെരുമാറിക്കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇവിടെ ഇത് ആദ്യം നടന്നിട്ടുള്ള സംഭവമൊന്നുമല്ല. അതാണ് ഞാൻ ഇടയ്ക്ക് ശ്രീ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു പോയപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് അവസരം ചോദിച്ചത്. 1989 63 MP-മാരെ ലോക്സഭയിൽ നിന്നും തക്കാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചർച്ച അത് വന്ന സമയത്ത് ചർച്ചയ്ക്ക് സമ്മതിക്കാതെ 63 MP-മാരെ പുറത്താക്കിയ ചരിത്രം കോൺഗ്രസിനുണ്ട്. ചരിത്രം പരിശോധിക്കൂ. എത്ര തവണ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ആ സസ്പെൻഷൻ പിൻവലിച്ചു. രണ്ടാമത്തെ ദിവസം തക്കാർ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടാമത്തെ ദിവസമൊന്നും ആ ചർച്ചയിൽ രണ്ടാമത്തെ ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആ 1989 അങ്ങനെ ഒരു സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി തിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് അങ്ങനെയല്ല. ഇവിടെ നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ 3 മാസത്തേക്ക് സസ്പെൻഷൻ, ഒരു സഭാ കാലയളവിന്റെ സമയം പോലുമല്ല സസ്പെൻഷൻ. ഇത് അല്ല, പാർലമെന്റ് റൂൾ അനുസരിച്ച് അഭിലാഷിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന MP-മാർക്കൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അവിടെ ഇതുപോലെയുള്ള പ്രകടനങ്ങൾ നടന്നാൽ ലോക്സഭയിലാണെങ്കിൽ 374A പ്രകാരം, രാജ്യസഭയിലാണെങ്കിൽ റൂൾ 255 പ്രകാരം ഇതുപോലെ അനാവശ്യമായി മുദ്രാവാക്യങ്ങൾ വിളിക്കുക, ബഹളം ഉണ്ടാക്കുക, ബില്ലുകൾ കീറിയെറിയുക, പേപ്പറുകൾ കീറിയെറിയുക, ഒരുമാതിരി ശബ്ദം എന്താ പറയുക, അവിടെ ഒരു കോലാഹലം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് തടസ്സം വരുത്തുമ്പോൾ പാർലമെന്റിന് ഈ റൂൾ പ്രയോഗിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലാതെ ഇത് BJP-യുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഒരു പവർ ഉപയോഗിച്ചു, BJP 2014 വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു പവർ ഉപയോഗിച്ചു എന്ന് പറയുന്നതിനെയാണ് എതിർക്കുന്നത്. ശരി ശരി ശരി, ഓക്കെ. ആന്റണി, നമുക്ക് സമയ ചുരുക്കമുണ്ട്. ഇതൊക്കെ റൂളാണ്, റൂൾ അനുസരിച്ച് ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് BJP-യുടെ വേർഷൻ. അല്ല, ചർച്ചയ്ക്കൊരു ബാലൻസ് ഒക്കെ വേണം. മറ്റു രണ്ടുപേരിലേക്ക് മാത്രമായിട്ട് ചർച്ച കൊണ്ടുപോകുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് എന്നുള്ളതൊന്ന് ആദ്യം ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ഇവിടെ ഈ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താ? കോർപ്പറേറ്റുകളെ കൊണ്ട് ഈ രാജ്യത്തെ 45 മാധ്യമങ്ങൾ വിലക്കെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചെയ്യുന്നത് എന്താ? എല്ലാ മാധ്യമങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടി സംഘപരിവാർ ആളെ ഇരുത്തിയിരിക്കുക. ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് തനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാർത്ത വന്നാൽ പിറ്റേ ദിവസം അവിടെ 12 ഏജൻസികളുടെ റെയ്ഡ് നടക്കുകയാണ്. അപ്പം മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. വളരെ ചുരുക്കപ്പെട്ട 1-2 മാധ്യമങ്ങളൊക്കെയാണ് ഈ ഗവൺമെൻറ് കൊള്ളരുതായ്മകളെക്കുറിച്ച് പതുക്കെയെങ്കിലും പറയാൻ ധൈര്യപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിലല്ലാതെ വേറെ എവിടെയാണ് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുള്ളത്? ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകാതെ ഏകപക്ഷീയമായി ഇതുപോലുള്ള ധിക്കാരപരമായ നിലപാട് ഗവൺമെൻറ് എടുക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമുള്ള? ഇവിടെ ഇപ്പോൾ ഒരു BJP-യുടെ പ്രതിനിധി സംസാരിക്കുന്നുണ്ടല്ലോ. ഇവിടെ പാർലമെൻറ്റ് തുടങ്ങിയ ദിവസം ആയിരക്കണക്കിന് ആളുകളെ ഗാലറികളിൽ കുത്തി നിറച്ച് പാർലമെൻറ്റിൻ്റെ എല്ലാ ചട്ടങ്ങളും വയലേറ്റ് ചെയ്ത് ഗാലറിയിൽ ഇരുന്ന് പ്രധാനമന്ത്രിക്ക് മുദ്രാവാക്യം വിളിക്കുക, പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈയടിക്കുക, ഇതൊക്കെ പാർലമെൻറ്റ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? അവിടെ ഓരോ ബെഞ്ചിലും 2 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരാളുടെ ചുണ്ടനങ്ങിയാൽ, കൈ ഉയർന്നാൽ, ഒരു ശബ്ദമുണ്ടായാൽ അപ്പം പിടിച്ച് പുറത്താക്കുക മാത്രമല്ല, അവർക്കെതിരെ കേസെടുത്ത് പോലീസ് റിമാൻഡ് ചെയ്യും. ഈ പാർലമെൻറ്റ് തുടങ്ങിയ ദിവസം അത് ചെയ്തോ? അപ്പോൾ ഇതെല്ലാം മൗനമായി പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പോൾ ഈ BJP-യുടെ MP-യുടെ പാസിൽ കടന്നു കയറി ഈ പാർലമെൻറ്റിൽ ഇതുപോലെ അതിക്രമം നടത്തിയിട്ട് അതിനെതിരെ മറുപടി പറയാൻ തയ്യാറാകാതെ
എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും പുറത്താക്കിയിട്ട് ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുകയാണ് എന്ന് പറയുന്നതിനാണ് എന്താണ് അതിന് മറുപടി പറയേണ്ടത്? അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് അല്ല അതുകൂടെ ഒരു വാക്കുകൂടെ കേൾക്കണം. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ സുരക്ഷാ സേനയോടും ഇന്ത്യയുടെ പോലീസ് സംവിധാനത്തോടും നിങ്ങൾ ഗവൺമെന്റിനെ ധിക്കരിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഫീസിലേക്ക് മാർച്ച് ചെയ്യണമെന്നും അധികാരം പിടിക്കണമെന്നും പ്രസ്താവന ഇറക്കിയ ആളുകളാണ് ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് ഈ വാദവരാതെ സംസാരിക്കുന്നത്, അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഇന്ത്യയിലെ ജനാധിപത്യം മരണമണി മുടങ്ങുന്നു, അതിന്റെ അവസാന നാളുകളിലൂടെ കടന്നു പോവുകയാണ്. ശരി, ഓക്കെ, വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ശ്രീ ആന്റോ ആന്റണി എം പി, ശ്രീമതി ടി പി സിന്ധുമോൾ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈമിൽ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. നമസ്കാരം.